ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് ഇതേ മെയ് 4 കേട്ടോ. അതിരാവിലെ ഞാനും തനിക്കുട്ടിയും കൂടെ എണീറ്റിട്ടുണ്ട്. 5:30 എങ്ങോട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചാച്ചാൻ പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ ഷിറ്റുവിൻ്റെ അടുത്ത് കിടന്നിട്ട് ഇങ്ങനെ ചാച്ചിയെ പോലെ കാണിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. 2 ദിവസമായിട്ട് തനിക്കുട്ടി ഉറങ്ങാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ എണീറ്റ് പോന്ന. എന്നിട്ട് ഞാൻ തലേന്ന് തുണികൾ നനച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബാക്കി വിരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ എടുത്ത് ബാക്കി ബക്കറ്റിൽ തന്നെ അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എല്ലായിടത്തും ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ട് സ്ലൈഡിങ് വിൻഡോൻ്റെ അവിടെ തനിക്കുട്ടി വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് പുറത്തിറങ്ങാനായിട്ടാണ്, ബാൽക്കണിയുടെ പുറത്തിറങ്ങാനായിട്ടാണ്. പക്ഷേ ഞാൻ അങ്ങോട്ട് ഇറക്കി വീട്ടിലൊക്കെ ഷിറ്റും അവിടെ ചുച്ചിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ കിടപ്പുണ്ട്. അതൊക്കെ ഇനി കഴുകിയിട്ട് വേണം അവളെ അങ്ങോട്ട് ഇറക്കി വിടാനായിട്ട്. അങ്ങനെ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് സമയം 6 മണി ആയിട്ടുണ്ട്. ഇപ്പം 6 മണി ആയാലും ഇവിടെ കണ്ടോ നല്ല വെളുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നല്ല വെളുത്തിട്ടുണ്ട്. നമ്മളെ ബ്രഷിങ് പരിപാടിയിലേക്ക് പോവാണ്. ഞാനും തനിക്കുട്ടിയും കൂടെ ബ്രഷ് ചെയ്യാൻ പോവാണ്. തനിക്കുട്ടി ബ്രഷ് ചെയ്യാൻ കുറച്ച് പാടാട്ടോ. അതായത് ഒരു കൂടിപ്പോയ 1 മിനിറ്റ് പോലും എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ശരിക്കും 2 മിനിറ്റെങ്കിലും ബ്രഷ് ചെയ്യണം എന്നാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത്. പക്ഷെ അത്രയും സമയമൊന്നും എനിക്ക് ബ്രഷ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അവളങ്ങനെ നിന്ന് തരാറില്ല. ഭയങ്കര പാടാണ് ബ്രഷ് ചെയ്യാനായിട്ട്. കുറച്ച് ഡിസ്ട്രാക്റ്റൊക്കെ ചെയ്താൽ മാത്രമേ അവൾ ബ്രഷ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബ്രഷ് പിടിച്ച് മേടിക്കുക, അവൾക്കതപ്പം തന്നെ വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ട് ഓരോന്നൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരുവിധം വൃത്തിയൊക്കെ തോന്നുന്നു. ആകെ 8 പല്ല്, ഇപ്പം ടോട്ടൽ അവൾക്ക് 8 പല്ല് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എണ്ണി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 8 പല്ല് വന്നിട്ടുണ്ട്. അതെങ്ങനെയെങ്കിലുമൊക്കെ ബ്രഷ് ചെയ്ത് വിടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രഷിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇപ്പോഴത്തെ സമയം 6:15 അങ്ങനെ കണ്ടായിട്ടുണ്ട്. 5:30 അപ്പോൾ ഞാനും തനിക്കുട്ടി ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നു. കാരണം തനിക്കുട്ടി ഇന്നലെ രാത്രി ഭയങ്കര സീനായിരുന്നു. അയ്യോ, ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാനൊരു 1/2 മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ടാവും. അതെ, അങ്ങനെ രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞ് എണീക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വിശന്നിട്ടായിരിക്കും. കാരണം അവൾ രാത്രി ഫുഡ് കഴിക്കുന്നില്ല നേരെ. അപ്പം നീ നിർബന്ധിച്ച് കൊടുത്താലേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ഫുഡ് കഴിക്കാണ്ടിരിക്കുമ്പോൾ വയറ് ഫില്ലാണ്ടാവും. ഇപ്പോൾ പാലും ഞാൻ പകലൊക്കെ ഫീഡിങ് നിർത്തി. കുറച്ച് ദിവസമായിട്ട് എൻ്റെ സ്ട്രഗിളായിരുന്നു ഫീഡിങ് നിർത്തിയതിൻ്റെ. എന്നാലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ടായിട്ടില്ല. ഇനി കുറച്ച് വേഴ്സാവുമോ എന്നുള്ള കാര്യം ഇനി ഞാൻ കണ്ടറിയാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കുറെ ഭയങ്കര ക്രാങ്ക്നെസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ വയറ് ഫില്ലാണ്ടാകുമ്പോൾ പകലുള്ള ഫീഡിങ് വരുമ്പോൾ നമുക്ക് ഇപ്പം പാല് കുറയുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ രാത്രി ഫീഡ് കിട്ടുമ്പോൾ വിശക്കൂല. എനിക്കറിയത്തില്ല. ഇന്നലെ ഞാൻ 12 മണിക്ക് ചോറും ഇതൊക്കെ കൊണ്ട് കൊടുത്തു. എനിക്ക് അത്ര ദേഷ്യം. ചോറ് കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കുന്നില്ല. എന്തോ കഴിച്ചിട്ട് തുപ്പിക്കളയുക ബാക്കി. എന്താണെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ 5:30 അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോന്നു. എന്നിട്ട് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് കുറച്ച് തുണികളൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു. അതൊക്കെ വിരിച്ചിട്ട് ഇപ്പോൾ പാലിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. പാൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഗുജറാത്തിലായിരുന്നപ്പോഴും ഇതുപോലെയായിരുന്നു. പൂച്ച വന്ന് പാല് കുടിച്ചിട്ട് പോകും. ഇവിടെ പൂച്ച എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ തല പൊക്കി നോക്കുന്നുണ്ട്. കാണിച്ചു തരാം. പൂച്ച ഉണ്ടല്ലോ, പൂച്ച ഉണ്ടോ? പൂച്ചയും ഷിറ്റും ഭയങ്കര നല്ല ടേംസിലാണ്. അതുകൊണ്ട് ഷിറ്റുന് പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ഷിറ്റിന് എവിടെ പോവാ? ഷിറ്റിന് എവിടെ പോവാ? ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാനോ? ആണോ പിന്നെ? അയ്യടാ. അങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പൂച്ചക്കഥയാണ്. പൂച്ച വന്ന് ഇങ്ങനെ പാലൊക്കെ വന്ന് കട്ടെടുത്തിട്ട് പോകും. അതുകൊണ്ട് നമ്മളൊരു പെട്ടീൻ്റെ അകത്താണ് നമ്മുടെ പാത്രം വെക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ പാല് ഫില്ല് ചെയ്തിട്ട് പോവും.
അല്ലേ ധനു? പൂച്ച എന്തിയ? പൂച്ച ക്യാറ്റ് ഒച്ചയുണ്ടാക്കാതെ പമ്മി പമ്മി നടക്കുന്ന കുട്ടിക്കുറുങ്ങിയെ കാണുന്നില്ല. അടുക്കളയിലോട്ടേക്ക് കയറി പോകുന്നുണ്ട്, എന്തോ അതിനാണാവോ. ഞാൻ വിചാരിച്ചു ഇന്ന് അവൾക്കൊരു കറക്റ്റ് ഒരു മീൽ പ്ലാൻ കൊടുക്കാം എന്ന് വിചാരിച്ചു. സോറി ഗൈസ്. രാവിലെ എണീറ്റിട്ട് ഒരു ചെറിയ ഗ്ലാസ് പാല്, ഒരുപാട് പാലൊന്നും കുടിക്കില്ല, ചെറിയ ഗ്ലാസ് പാലേ കുടിക്കുള്ളൂ. പാല് കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക, അതായിട്ട് ഞാൻ സ്നാക്ക് കൊടുക്കുക, ലഞ്ച് കൊടുക്കുക, ചോറ്, ഡാലും. നമ്മൾ ശരിക്കും നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് അവൾക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ ഞാൻ ഇന്ന് വിചാരിച്ചു ചോറും ഡാലും ക്യാരറ്റും ഒക്കെ ഇട്ട് ഒരു സംഗതി ഉണ്ടാക്കി. പണ്ട് നമ്മൾ ഉടച്ചിട്ട് കൊടുക്കൂല, അല്ലാണ്ട് തന്നെ കൊടുക്കും. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അത് തന്നെ രാത്രിയും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഫില്ലായിട്ട് കിടന്നോളും. ഈ ചോറ് കൊടുത്താലേ ശരിയാകത്തുള്ളൂ, അല്ലാണ്ട് എന്ത് ചെയ്യാൻ? അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ എണീക്കുന്നുണ്ട്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, കുഞ്ഞാട്. അയ്യോ, ഞാൻ ഇത്രയും നേരത്തെ അവൾ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ എണീറ്റിരിക്കണത്. ഇനി ഞാൻ വിചാരിച്ചു പാട്ട് വെച്ച് കൊടുക്കാം, കുറച്ച് നേരം പാട്ടും കേട്ടുണ്ടായിരുന്നുള്ളൂമായിരിക്കും. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ലഞ്ച് ഉണ്ടാക്കണ്ട. ലഞ്ച് ഇന്നലെ ഞാൻ ചോറും ക്യാബേജ് ക്യാരറ്റ് തോരനും എല്ലാം അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാര്യം ഇന്ന് നല്ല തിരക്കിലാണ്. അപ്പോൾ നമുക്കൊന്നും കിച്ചണിൽ തന്നെ നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറച്ച് കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്രഷ് ഹോമിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിശ്ശേരിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നത്തേക്ക് ഉച്ചത്തേക്ക് എടുക്കാനുണ്ട്. അപ്പോൾ എനിക്കതൊന്നും ഉണ്ടാക്കണ്ട. അപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോകണം. അങ്ങനെയാണ്. പിന്നെ എന്തുണ്ട് വിശേഷം? കുറേ ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അമ്പലത്തിൽ പോകണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു അയ്യപ്പ അമ്പലത്തിൽ ഡൽഹിയിൽ പോകുന്ന കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല. പോകണം, അന്നേരം കാണിച്ചു തരാം നിങ്ങൾക്ക്. കാര്യം എനിക്ക് ഉത്തര ഗുരുവായൂർ അമ്പലത്തിൽ പോയ വീഡിയോയ്ക്ക് ബ്ലോഗിൽ നല്ല എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോ ആണെന്ന് തോന്നുന്നു കേട്ടോ. അമ്പലങ്ങളൊക്കെ കാണാൻ, ഇവിടെയുള്ള അമ്പലം എങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമാണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കിനി അയ്യപ്പ അമ്പലത്തിനും കൂടെ പോകണം. ഇവിടുത്തെ അമ്പലം നിങ്ങൾ കണ്ടല്ലേ, ഗുരുഗ്രാമിലുള്ള അയ്യപ്പ അമ്പലം നിങ്ങൾ കണ്ടല്ലേ. ഡൽഹിയിൽ വലുതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തമിഴ് സ്റ്റൈൽ ഒരു അമ്പലം കൂടെ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ റോഡ് സൈഡായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെയും കൂടെ പോകണമെന്നുണ്ട്. ഇനി വേറെ എന്തെങ്കിലും സ്ഥലങ്ങളുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി അന്വേഷിച്ച് തേടി പോകണം. പിന്നെന്താ, പിന്നെ ഇന്നലെ ഞാൻ നമ്മുടെ പൊന്നൂസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ മറ്റേ സ്വിഗ്ഗി ജീനി വഴി അങ്ങനെ മേടിക്കും. അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഷോപ്പിൽ പോകാൻ പറ്റിയില്ല. കാര്യം ഇന്നലെ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ, അതുകൊണ്ട് ഷോപ്പിൽ പോകാൻ പറ്റിയില്ല. വേറെ ദിവസം ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. പൊന്നൂസിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ട, പക്ഷേ പൊന്നൂസിൻ്റെ ഷോപ്പ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അവർ പുതുതായിട്ട് അതിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് അവർ ഷോപ്പ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും കാണാം. ഞാനും പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. നമുക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് പോവാം. പാല് വന്നിട്ടില്ല. 6:25 പക്ഷെ പാല് വന്നിട്ടില്ല. തരിക്കുട്ടി വഴി കളിച്ചോണ്ടൊന്നുമല്ല, എന്തുവാണോ ചെയ്യുന്നു. കളിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്. ഷിറ്റ് അവിടെ ഇരുന്ന് ഉറങ്ങി തൂങ്ങിയിരിക്കും. ഷിറ്റു ഉറങ്ങിയിട്ടാന്ന് തോന്നുന്നു. കാരണം ഇവിടെ വിളിയൊക്കെ കേൾക്കുമ്പോൾ ഷിറ്റു ഉറങ്ങാറില്ല. പിക്കബു ഇന്ന് നമ്മൾ എവിടെ പോണേ? അയ്യോ, ഇതിനെ കൊണ്ട് എങ്ങനെ ഞാൻ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ അമ്മേ. പിക്കബു ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. അവിടെ നോക്കുമ്പോൾ കൊങ്ങനെ വല്ല തോന്നുന്നു. ഇവിടെ നോക്ക്. അമ്മയ്ക്കൊരു ഉമ്മ തരുമോ?
അവിടെ ഇല്ല, ഇവിടെ ഉമ്മതാ. ഉമ്മ ഇവിടെ ഇവിടെ ഉമ്മയാണ്. ഇവിടെ 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 ഇവിടെത്താ ഇവിടെത്താ. അയ്യോ ഇപ്പം 2-3 ദിവസമായിട്ട് ഉമ്മയൊന്നും തരൂല. ഇപ്പോൾ പാല് വരട്ടെ എന്നിട്ട് നമുക്ക് ചായയിൽ നിന്ന് തുടങ്ങാം. അതിനെക്കൂടി എന്നെ ചിരിക്കുന്നു. കളിവണേ ഈ എനിക്ക് പൊടി അത് കാണിക്കണ്ട. തനുമ്മയുടെ ഹെഡ് എന്തിയേ? ഹെഡ് നോസ് എന്തിയേ? നോസ് അയ്യോ അത് പിച്ചെടുക്കല്ലേ. ഇത് തലയിൽ വെച്ച് കൊടുത്താൽ അത് വലിച്ചെടുക്കും. നിൽക്ക് മേനിക്കും. തന്മേലെ നോസ് എന്തിയേ? നോസ് അത് ഹെഡല്ലേ? നോസ് എന്ത് ചെയ്യുന്നു? നോസ് എവിടെയാണ്? ഇതല്ലേ നോസ്. ഐസ് എന്തിയേ? ഐസ് എല്ലാം തിരിച്ച് മറിച്ചും ഒക്കെ കാണിച്ചു കേട്ടോ. സാധാരണ എല്ലാം കറക്റ്റ് കാണിക്കുന്നു. ഉണ്ടാകാതെ പമ്മി നടക്കുന്ന കുട്ടിക്കുറുമ്പിയെ കാണുന്നില്ല. ഉണ്ടാകാതെ വേറൊരു പാട്ടുണ്ടല്ലോ തനു. ഇതൊന്ന് പൂച്ചയും ഉള്ളൊരു പാട്ട്. എന്തായിരുന്നു പാട്ട്? എൻ്റെ പാല് വരാതെ ചോദിക്ക് എൻ്റെ പാല് വരാതെ. അപ്പോൾ രാവിലെ തന്നെ തനിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ ഇന്ന് അവൾക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച പാൻ കേക്ക് ആട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്, ഫോർക്ക് തപ്പുവാണ്. പിന്നീടാണ് ഞാൻ ആലോചിച്ചത്, അയ്യോ പാല് വന്നിട്ടില്ലല്ലോ, പാല് വേണമല്ലോ പാൻ കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്തു, അവിടെ നിന്ന് കുറച്ച് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിരിപ്പുണ്ടെന്ന് അതൊക്കെ ഒന്ന് ഞാൻ വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. ഞാൻ തനിക്കുട്ടിക്ക് റീസെൻ്റ്ലി ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു, സ്ലബ് ഫാമിൻ്റെ ഒരു പാൻ കേക്കിൻ്റെ പൗഡർ. നല്ല ഒരു സാധനം കേട്ടോ, നല്ല യൂസ്ഫുൾ സാധനമാണ്. കാര്യം ഞാൻ മേടിച്ച കാര്യം വെച്ചാൽ ചില സമയത്ത് ഇവിടെ പഴം കാണത്തില്ല, അന്നേരം പഴം മാത്രം ഇനി ഓർഡർ ചെയ്തെടുക്കണം. അതും പഴം മേടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ എടുത്തില്ലെങ്കിൽ പഴം കേടായി പോകും. അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പം പഴമുള്ള സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ തന്നെ ഞാൻ തന്നെ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കും. അപ്പം ഞാൻ ഇതും മേടിച്ചൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചാൽ, കാരണം ഇതൊരു അത്യാവശ്യം കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സെറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ പാല് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പാലൊക്കെ പോയി എടുത്തിട്ട് വന്നു. അപ്പം ഞാൻ രാവിലെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ എന്താ പറയുക, നമുക്കൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ടൂണ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ വെളുത്തുള്ളി അരിഞ്ഞ് വെക്കുന്നുണ്ട്, ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം അരിഞ്ഞ് വെച്ചാൽ പിന്നെ കാര്യങ്ങളൊക്കെ പടപടയെ നടക്കുമല്ലോ. അപ്പം അതൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് തനിക്കുട്ടിക്ക് പാൻ കേക്കും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിയിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് പാല് മാത്രം വെച്ച് മിക്സ് ചെയ്തിട്ട് പാൻ കേക്ക് ഉണ്ടാക്കാം. പക്ഷേ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രോട്ടീൻ വേണമെങ്കിൽ മുട്ട ആഡ് ചെയ്യാം. ഒരു മുട്ട പൗഡർ, നമ്മുടെ പാല്, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് പാലും കൂടെ, ഞാൻ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ, പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിടും. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആ ബാറ്ററിന് നല്ല ടേസ്റ്റ് ആയിരുന്നു, വാനില ഫ്ലേവർ കണ്ടായിരുന്നു, നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ പാലൊഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ആ കറക്റ്റ് പരിവം നമുക്ക് പാൻ കേക്ക് കിട്ടിയില്ലെങ്കിൽ കുളമായി പോയില്ലേ. അന്നേരം ഞാൻ പാനൊക്കെ എടുത്ത് വെച്ചിട്ട് തനിക്കുട്ടിക്കുള്ള പാൻ കേക്ക് ഉണ്ടാക്കാം. അവൾ പാൻ കേക്ക് ഉണ്ടാക്കി ഒന്ന് ഒതുക്കി കഴിഞ്ഞാൽ അവൾ പിന്നെ മിണ്ടാണ്ടിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ തനിക്കുട്ടിക്ക് രാവിലെ ഇപ്പം ദിവസം ഒരു മുട്ടയെങ്കിലും ഞാൻ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. നിങ്ങളും കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കട്ടെ. കാര്യം നമ്മളോട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിവസം ഒരു മുട്ട കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്കും പറ്റുമെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു മുട്ട എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കുക കേട്ടോ. കാര്യം ഞാനിവിടെ പാർക്കിലൊക്കെ പോകുമ്പം അമ്മമാരൊക്കെ ഇങ്ങനെ വന്ന് കൊടുക്കും കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് മുട്ടയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ അങ്ങനെ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇതിതേ നമുക്ക്
നമ്മുടെ സാൻഡ്വിച്ചിനുള്ള ഞാൻ ഒലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വെളുത്തുള്ളി ഇട്ടിട്ട് പച്ചമുളകും ഇട്ട് ഞാൻ വഴറ്റി, ഉള്ളിയും കൂടി ഇട്ടിട്ട് ഞാൻ വഴറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ട്, ഉപ്പ് ചേർത്തിട്ടില്ല, സോറി, ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ട് നല്ല, തക്കാളി ഇനി ഉടഞ്ഞ് വരണം കേട്ടോ. ഉപ്പ് നിങ്ങൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാര്യം ഞാൻ യൂസ് ചെയ്യുന്ന ട്യൂണയാണ്, ഈ കാണുന്ന ട്യൂണയാണ്. ട്യൂണയിൽ ഓൾറെഡി പലതരം ട്യൂണാസ് ഉണ്ട്. ട്യൂണ വെള്ളത്തിലിട്ട് വരുന്നുണ്ട്, ട്യൂണ ബ്രൈൻ ഓയിൽ ഇട്ട് വരുന്നുണ്ട്, പിന്നെ സൺഫ്ലവർ ഓയിൽ ഇട്ട് വരുന്നുണ്ട്, പല രീതിയിലും വരുന്നുണ്ട്. അപ്പം അതിൽ ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പം നിങ്ങൾ എക്സ്ട്രാ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് രസമായിട്ട് മാറും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. വല്ലപ്പോഴും ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്യൂണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കാം. കാര്യം എപ്പോഴും പുട്ടും കടലയും അപ്പവും ദോശ ഇഡലിയൊക്കെ തന്നെയല്ലേ, അപ്പം നമ്മൾ ഒരു ചേഞ്ച് പിടിക്കും. പക്ഷേ ഇത് വലിയ ഹെൽത്തി ഒന്നുമല്ല, കാരണം ഫിഷ് ക്യാനിൽ വരുന്നതാണ്, അവിടെ അത്രയും ഹെൽത്തി ഒന്നുമല്ല. ലാസ്റ്റ് ഞാൻ പെപ്പർ ഇട്ട് കൊടുത്തു, എന്നിട്ട് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നു, കാരണം ആ ഒരു ഒന്ന് സെറ്റായി ഹോൾഡായിട്ട് ഇരിക്കുകയുള്ളൂ, അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹോളിൽ വന്നിരിപ്പുണ്ട്. നമ്മുടെ ശ്രീകുട്ടൻ ഇപ്പം ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ നമ്മുടെ ഷിറ്റുമോൾക്ക് ഒരു ടാബ്ലറ്റ് കൊടുക്കാണ്ട്, ബ്രവെക്ടോ എന്നിട്ട് അത് കൊടുക്കാനുള്ള പാടാട്ടോ. ഇങ്ങനെ പാടൊന്നുമില്ല, ഞാൻ കൊടുത്താലേ ശരിയാവുള്ളൂ, കറക്റ്റ് പോകത്തുള്ളൂ, അല്ലെങ്കിൽ പോവില്ല. അങ്ങനെ തിരിച്ചും തേക്കിൻ്റെ കിച്ചണിലേക്ക് കയറി ഞാൻ ചായ ഇടുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ 2 ബ്രെഡിൽ നിന്ന് 2 ആ ബ്രൗൺ സാധനമൊക്കെ എടുത്ത് കളഞ്ഞ്. ബട്ടർ ഇത്ര ഉരുക്കണ്ട കേട്ടോ, അത് അബദ്ധം പറ്റിപ്പോയതാ. ബട്ടർ ഇത്ര ഉരുക്കണ്ട, ബട്ടർ കുറച്ചൊന്ന് ഹോൾഡായി നിൽക്കുന്ന രീതിയിൽ, തേക്കുന്ന രീതിയിൽ കേട്ടോ. അത് ബ്രെഡൊന്ന് ഇതായി പോകാണ്ടിരിക്കാനാണ്, നനഞ്ഞു ഇങ്ങനെ ചെതറി പോകത്തില്ലേ, അങ്ങനെ പോകാതിരിക്കാനാണ് നമ്മൾ ബട്ടർ തേക്കുന്നത്. ബട്ടർ അതാ ഞാൻ പറഞ്ഞത്, ഇത്തിരി ലൂസാക്കണ്ട, കുറച്ച് കട്ടി വേണം. ഇതിൻ്റെ സൈഡിൽ ആ ബ്രൗൺ സംഭവമൊക്കെ കട്ട് ചെയ്ത് തന്നിട്ട് നമ്മുടെ ഫില്ലിങ് വെച്ചു, അതങ്ങ് ക്ലോസ് ചെയ്തു. 2 സൈഡിൽ 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ട്യൂണ സാൻഡ്വിച്ചും ചായയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. തനുക്കുട്ടി ഇടയ്ക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ, അവൾക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ വന്ന് ഭയങ്കര കിച്ചണിൽ കയറുമ്പോൾ ഇപ്പോൾ വന്ന് ഭയങ്കര ബഹളം വയ്ക്കൽ, അവളെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ എടുത്ത് പൊക്കിയതാണ്. എന്നിട്ട് നമ്മുടെ തനുവിനെ കൊണ്ടിരുത്തി, തനുവിന് പാൻ കേക്ക് കൊടുക്കുമ്പോഴത്തേന് തനുവിന് പാൻ കേക്ക് വേണ്ട, അവൾക്ക് സാൻഡ്വിച്ച് വേണം. ഇപ്പം അങ്ങനെയാണ്, നമ്മൾ എന്ത് കഴിച്ചാലും അവൾക്കും വേണം എന്നാണ്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാകും. ശ്രീ ആണെങ്കിൽ വടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം വെറുതെ ചുമ്മാ കാണിച്ചു കേട്ടോ, അപ്പോൾ അവൾ കരയാൻ തുടങ്ങി. പിന്നെ അതൊക്കെ സമാധാനിപ്പിച്ചു കേട്ടോ. അപ്പം അവൾക്കിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ചുമ്മാ വെറുതെ വടിയിട്ട് കാണിച്ചതാണ്. അപ്പം അന്നേരം കരയാൻ തുടങ്ങി അവൾ. നേരമായി രാത്രി ഉറങ്ങാനും സമ്മതിക്കൂല, രാവിലെ കഴിക്കാനും സമ്മതിക്കൂല എന്ന് വെച്ചാ ശരിയൊന്നും വേണ്ട. ഹലോ ഗായ്സ്, തന്നുകുട്ടിയെ പിടിച്ച് ഞാൻ മേളിൽ ഇരുത്തിയിട്ടുണ്ട്. അവൾ അവിടെ ഇരുന്ന് കളിക്കട്ടെ. സ്റ്റൗ ഒന്നും ഓണാക്കിയിട്ടില്ല കേട്ടോ, ഞാനതൊക്കെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. അവളൊന്ന് അതൊക്കെ ഇരുന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു. അവൾക്ക് ഞാൻ ഉച്ചത്തേക്ക് ക്യാരറ്റും ബീട്രൂട്ടും നമ്മുടെ ഡാലൊക്കെ ചേർത്തിട്ട് ഒരു റൈസ് ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ.
അവൾക്ക് അവിടെ ഇരിക്കുന്ന പേടിയാവുകൊണ്ട് ഞാൻ പിന്നെ താഴത്തേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ പീൽ ചെയ്തു, ക്യാരറ്റും പീൽ ചെയ്ത് അതേ കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പമാണ്. നമ്മൾ സാധാരണ കിച്ചടി ഉണ്ടാക്കില്ലേ അങ്ങനെ. പക്ഷേ അരി ഒരുപാട് വേവിക്കില്ല, കുറച്ച് ഉടഞ്ഞു പോകാത്ത രീതിയിലാട്ടോ. അപ്പം ഞാൻ ഡാലെടുത്ത മറ്റേ മസൂർ ഡാലോ അതും കൊണ്ടായിരുന്നു കേട്ടോ. മസൂർ ദാലാണോ പേര്? എനിക്കറിയത്തില്ല. ഓറഞ്ച് കളർ ഡാലാട്ടോ. എൻ്റെ പേര് മസൂർ ദാൽ എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി. അങ്ങനെ ദേ ഡാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് എല്ലാം കൂടെ ഒരുമിച്ചിടുകയാണ്. അതായത് നമ്മുടെ റൈസും ഡാലും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് കുറച്ച് നെയ്യും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം ഒരുമിച്ചിട്ട് തന്നെ അങ്ങ് വേവിച്ച് പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഒരു 2 വിസിൽ അത്രേ ഏൽപ്പിക്കത്തുള്ളൂ. ഞാൻ റൈസ് എടുക്കുന്ന ബിരിയാണി റൈസായിട്ട് എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഒരുമിച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് വയറൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊന്ന് ഫില്ലായിട്ടിരുന്നുള്ളൂ. എനിക്ക് രാത്രിത്തേക്കും വൈകിട്ടത്തേക്കും കൂടെ വേണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒതുക്കി എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പച്ചക്കറി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഞാൻ എടുത്ത് പുറത്ത് വെക്കുകയാണ്. അതൊക്കെ എനിക്കൊരു കാര്യം ചെയ്യാനാണ്, ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ നമ്മുടെ മുന്നുള്ളൊരു ഷോർട്സിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സൗമ്യ ചേച്ചിയോടൊപ്പം ഇപ്പം ഞാൻ കണ്ട ഐറ്റമാണ്, അടിപൊളി ഐറ്റമാണ് ഈ ഒരു സാധനം. നമ്മൾ മുസമ്പി പിഴിഞ്ഞെടുക്കാനും പൊമഗ്രനേറ്റൊക്കെ പിഴിഞ്ഞെടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പം അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് മുസമ്പി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പിഴിഞ്ഞെടുത്ത് ഞാനും ശ്രീയും തനിക്കുട്ടിയായിട്ടൊക്കെ കുടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പം കേട്ടോ. ക്ലീൻ ചെയ്യാനും വലിയ പരിപാടിയൊന്നുമില്ല, നല്ല എളുപ്പമാണ്. എൻ്റെ മാല ഇടയ്ക്ക് കൊളുത്തിത്തിരി പ്രശ്നമായിരുന്നുണ്ട്. അങ്ങനെ അത് ശ്രീ ഒന്ന് സെറ്റാക്കിയിട്ട് എനിക്ക് ഒന്ന് ഇട്ട് തന്ന കേട്ടോ. ഞാൻ എത്ര മുസമ്പി പിഴിഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല ഗൈസ്. എനിക്കിപ്പം 1.5 ഗ്ലാസ് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറയട്ടെ, 5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. 5 മൂസമ്പി എന്തോ ഞാൻ പിഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് 1.5 ഗ്ലാസ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ടോ. എന്നിട്ട് അതൊക്കെ എടുത്ത് എനിക്ക് ശ്രീ അതൊക്കെ എടുത്ത് തന്നു. അപ്പം തന്നെ ഞാൻ അതൊക്കെ കഴുകി എല്ലാം വെച്ചിട്ട് ഞാനും ശ്രീയൊക്കെ കുടിച്ച് തനിക്കുട്ടിക്ക് ഞാൻ കൊടുത്തു കേട്ടോ. തനിക്കുട്ടിക്ക് നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് തന്നെ വേണം കേട്ടോ. അവളുടെ ഗ്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൾ കുടിക്കില്ല, നമ്മൾ കുടിക്കുന്ന ഗ്ലാസ്സിൽ നിന്ന് തന്നെ വേണം. അവൾ കുടിച്ചിട്ട് ഇങ്ങനെ ഹാന്നാക്കും, പിന്നെ അതുപോലെ ഞാനും കാണിക്കും, അപ്പോൾ അവൾ ചിരിക്കും. അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ അങ്ങനെ കേട്ടോ പോകണം. അങ്ങനെ മൂസമ്പി ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനും തനിക്കുട്ടിയും കൂടെ ഹോളി വന്നിരിപ്പുണ്ട്. ഞങ്ങൾക്ക് TV ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം എനിക്ക് എൻ്റെ ഒരു പണി നടക്കണം അവിടെ. അപ്പോൾ ഞാൻ എൻ്റെ വെജിറ്റബിൾസൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ മറ്റേ റാപ്പിംഗ് ഇതുണ്ടല്ലോ, ക്ലീങ് റാപ്പർ അങ്ങനെ കണ്ടൊന്നുമില്ല പറയണമെന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഞാൻ നല്ലപോലെ വെജിറ്റബിൾസൊക്കെ റാപ്പ് ചെയ്ത് എനിക്ക് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യണം. ഒരാഴ്ചത്തേക്ക് എനിക്ക് സ്റ്റോർ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുന്ന കേട്ടോ. അങ്ങനെ ചെയ്തപ്പോൾ നമ്മുടെ ശ്രീകുട്ടൻ വന്നപ്പോൾ കുറച്ച് സെൻറ്റിയൊക്കെ അടിച്ചു. അതായത് ഞാൻ കാര്യം എന്താണെന്ന് പറയാം. നമ്മൾ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അതായത് ശ്രീക്ക് ഒരാഴ്ചത്തേക്ക് ശ്രീക്ക് ഇവിടെ പോകണം, UK ശ്രീ പോവാണ്. ഇതിന് മുന്നേ ഒരു തവണ പോയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ പോവാണ്, ഒന്നും കൂടെ ഒരു മീറ്റിങ്ങിനായിട്ട് പോവാണ്. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് പോകാം, അച്ഛനും അമ്മയൊക്കെ കണ്ടിട്ട് വരാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും തനിക്കുട്ടിയും കൂടെ, തനിക്കുട്ടിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആട്ടോ, അങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചു. സൺഡേ പോണത്. സൺഡേ വൈകിട്ടാണ് എൻ്റെ ഫ്ലൈറ്റ്. ശ്രീയുടെ ഫ്ലൈറ്റ് പിറ്റേന്ന്. ഇതെന്താ സംഭവം എന്നറിയോ? നമ്മുടെ ഷിപ്പിനെ ബോർഡിങ്ങിലാക്കാൻ വേണ്ടി ശ്രീ കൊണ്ടുപോയതാണ്. അന്നേരം തനിക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അവർ രണ്ടുപേരും വെളിയിലേക്ക് പോയപ്പോഴത്തേന് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്തിനാണ് കൊണ്ടുപോകണമെന്നോ അത് പോയതെന്താണെന്നോ എന്നെ അറിയില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് വന്നിട്ട് ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ്. എല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഡൈപ്പറും തനിക്കുട്ടിയുടെ കുറച്ച് ഡ്രസ്സ്, എൻ്റെ ഡ്രസ്സ്, നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡൈപ്പർ ബാഗും ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം തനിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നല്ല ഫീഡിങ്ങിൻ്റെ പകൽ ഞാൻ കൊടുക്കുന്നില്ല, അപ്പം എടുത്തിട്ട് നടന്നിട്ടാണ് ഞാൻ ഉറക്കുക. അങ്ങനെ എനിക്ക് സൺഡേ വൈകിട്ട് 8 മണിക്കാട്ടോ ഫ്ലൈറ്റ്. ശ്രീക്ക് മൺഡേ 11 മണിക്ക്. ആദ്യം 11 മണിക്കായിരുന്നില്ല, ഇപ്പം എല്ലാം ഡിലേ ആയിട്ടുണ്ട്. ഞാൻ നാട്ടിലേക്ക് എത്തിയപ്പോഴും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 11 മണിക്ക് എത്താനുള്ള ഫ്ലൈറ്റ് നാട്ടിലെത്തിയപ്പോൾ 1 മണിയായിട്ടുണ്ട്. കാര്യം ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഒക്കെ ഇപ്പോൾ പാകിസ്ഥാൻ റൂട്ട് വഴിയെല്ലാം പോകണം, എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പം എല്ലാ ഫ്ലൈറ്റും റീഷെഡ്യൂൾ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട്
കുറച്ച് എന്താ എല്ലാം ലേറ്റാണ്, ഇപ്പം ഡിലേ ആണ്. എന്നിട്ടേ നമ്മൾ വീഡിയോ കോൾ, ശ്രീൻ്റെ വീട്ടിൽ വീഡിയോ കോളൊക്കെ ചെയ്ത് അമ്മയോടൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ നിന്നു. അങ്ങോട്ട് തന്നെ പോണേ, എന്നാലും നമ്മൾ വീഡിയോ കോളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടോ. എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ പിന്നെ ആട്ടോ ഓർത്ത്, അയ്യോ വീഡിയോ എടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ പകുതി വെച്ചിട്ടാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഒന്നും മനസ്സിലാവുന്ന പോലുമില്ല. അത് ചോറുണ്ട്, പുളിശ്ശേരി ഉണ്ട്, ക്യാബേജ് ക്യാരറ്റ് തോരനുണ്ട്, അതേ കണവ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണവ തോരൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ അടച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു തലേന്ന് കുറച്ച് അധികം കൂട്ടിയാട്ടോ വെച്ച, കാര്യം എനിക്ക് ഇന്ന് കുക്ക് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ അധികമാണ് എല്ലാം വെച്ചത് കേട്ടോ. അപ്പോൾ അതേ നന്നായി, നല്ല ടേസ്റ്റായിരുന്നു. കണവ നല്ല ടേസ്റ്റായിരുന്നു. കാരണം നമ്മളിപ്പം ഫിഷ് പോയി മേടിക്കുന്നില്ല ഇപ്പോൾ. ഞാൻ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം മേടിക്കുന്നത് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്നാണ് ഇപ്പം 2 ദിവസമായിട്ടൊക്കെ ഫിഷ് മേടിക്കുന്നത് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ദൈവം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനും തനിക്കുട്ടിയും കൂടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീയും റെഡി ആയിട്ടുണ്ടായിരുന്നു. ശ്രീ നമ്മുടെ പെട്ടിയൊക്കെ ലോക്കൊക്കെ ചെയ്ത് സെറ്റാക്കുമായിരുന്നു. തനിക്കുട്ടിക്ക് ഞാൻ ഷൂ അല്ല അവളുടെ ചപ്പലൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ. ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ കാണില്ല. എനിക്ക് ആദ്യം പോകുന്ന നേരത്ത് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, നാട്ടിലേക്ക് പോകുന്നതിന്. കുറേ നാൾക്ക് ശേഷം നാട്ടിലേക്ക് പോവല്ലേ, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ തനിക്കുട്ടിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണേ, അതുകൊണ്ട് ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നായാലും ഇത് ഫേസ് ചെയ്യണമല്ലോ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം, കുഴപ്പമില്ല. രണ്ടും കൽപ്പിച്ച് ഞാനിങ്ങനെ നിൽപ്പുണ്ട് ധൈര്യമായിട്ട്. എന്ത് വന്നാലും കുഴപ്പമില്ല, കാരണം അവളെ എനിക്ക് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അവൾ കരഞ്ഞു കഴിഞ്ഞാലും അല്ലാണ്ട് ഒന്നും നടക്കില്ല. അവളെ സമാധാനിപ്പിച്ചാലൊന്നും കാര്യമില്ല. ആ പട്ടീൻ്റെ വണ്ടിയിൽ പിടിച്ചിരുത്തിയപ്പോൾ അവൾക്ക് പേടിയാട്ടോ. ഞാൻ അതിൻ്റെ വണ്ടിയിൽ ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷെ അവൾക്ക് പേടിയാണ്. പിന്നെ ഞാൻ അവളെ അങ്ങ് എടുത്തു. ഞാൻ ബഡ് ബേബിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് തനിക്കുട്ടി ഇങ്ങനെ ഒക്കത്ത് വെച്ച് എനിക്ക് കുറേ നേരം എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഭയങ്കര പാടാണ്. ആ ബഡ് ബേബി ഭയങ്കര യൂസ്ഫുൾ സാധനം കേട്ടോ. അയ്യോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിച്ചോ, ഭയങ്കര യൂസ്ഫുൾ സാധനമാണ്. കുട്ടികളെ കുറേ നേരം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നടുവൊക്കെ ഇങ്ങനെ പൊട്ടും, നല്ല വേദന ഉണ്ടാവും. അതുകൊണ്ട് അത് ഞാൻ നമ്മുടെ ട്രോളിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കയറ്റുകയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ ശ്രീകുട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളതേ നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സന്തോഷത്തിലൊക്കെയാണ് കേട്ടോ. അന്നേരം മനസ്സിലൊരു വിഷമമുണ്ട്. അങ്ങനെ ആയിരിക്കുമല്ലോ, ഒരാഴ്ചത്തേക്കാണ്, പക്ഷെ എന്നാൽ പോലും ഒരു വിഷമമുണ്ട്. അങ്ങനെ കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടായിരുന്നു, ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം കുറച്ച് കാര്യങ്ങൾ ഒത്തിരി പാടായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നേരം നിൽക്കുമ്പം തനിക്കുട്ടിയുടെ വിധം മാറുന്നുണ്ടായിരുന്നു. കാരണം ഒരേ സ്ഥലത്ത് കുറേ നേരം ഇങ്ങനെ നിൽക്കുമ്പം നമുക്ക് ദേഷ്യം വരുന്നു. എന്താ ഇത് മൂവ് ചെയ്യുന്നില്ല? കാര്യം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പുള്ളിക്കാരൻ്റെ ലഗേജ് കൂടുതലായിരുന്നു. അപ്പോൾ അന്നേരം അത് പറഞ്ഞവരെ എങ്ങനെയൊക്കെയോ സോപ്പിട്ടെടുക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാരൻ ലാസ്റ്റ് കാശൊക്കെ കൊടുക്കേണ്ടി വന്നു, അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നിന്ന് എൻ്റെ ബാഗൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ അടുത്ത് പ്ലേറ്റ് ഉണ്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പ്ലേറ്റ് എന്ന് വെച്ചാൽ തനിക്കുട്ടിയുടെ പ്ലേറ്റ് മറ്റേ ബൗളുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സമയമൊക്കെ പോയി. നമ്മളില്ല, നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിട്ട് ഞാനൊരു ബർഗർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതേ തനിക്കുട്ടി ഉമ്മയൊക്കെ തരുന്നുണ്ട്. തനിക്കുട്ടിക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചപ്പോഴത്തേനും അവൾ എൻ്റെ നിന്ന് അത് അടിച്ച് മേറ്റി അത് ഭയങ്കര ബഹളം വെച്ചിട്ട് അത് എൻ്റെ നിന്ന് മേടിച്ചിട്ട് അത് വേണം, അതിത് എന്നാണ് ഇപ്പോൾ പറയുന്നത്, അതിത് എന്താണോ അതിത് അങ്ങനെ പറഞ്ഞിട്ട് ഫ്രൈസ് മേടിച്ച് കഴിച്ചിട്ടുണ്ട്. തനിക്കുട്ടിയെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല, അവൾ എന്തൊക്കെയൊക്കെയോ പറയുമോ ഹാപ്പി ആയിക്കട്ടെ, ഇപ്പോഴേ എന്താണോന്ന് അറിഞ്ഞൂടാ. അന്നേരം ഭയങ്കര ഹാപ്പിയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പതുക്കെ ഫുഡ് കോർട്ടിൽ നിന്ന് പതുക്കെ നടന്നു കേട്ടോ. ഒരു 7:30 ആയപ്പോഴത്തേനും ഫുഡ് കോർട്ടിൽ നിന്ന് ഇറങ്ങിയതേ. നല്ല ദൂരമുണ്ട് നടക്കാനായിട്ട്. നമ്മൾ ഗേറ്റ് നമ്പർ 20 അങ്ങാണ്ടായിരുന്നു. എന്നിട്ട് തനിക്കുട്ടി ഞാൻ താഴെ ഇറക്കി വിട്ടു. കാരണം കുറേ നേരം ഒക്കെ തിരിക്കുകയല്ലേ, അപ്പോൾ താഴെയൊക്കെ കുടിച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചു. കാര്യം അന്നേരം ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉറങ്ങുമല്ലോ. ഇതുമേലുണ്ടല്ലോ അവൾക്ക് അഡിക്റ്റഡ് ആയിരുന്നു. അതിൽ കയറുക ഇറങ്ങുക ഇത് തന്നെയായിരുന്നു അവിടെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അങ്ങനെ ഒത്തിരി സമയം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് സമയം അതിൻ്റെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളതേ കയറാനായിട്ടുള്ള പരിപാടിയാണ്. തനിക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഞാൻ താഴെ എയ്റോപ്ലെയിൻ എന്ന് പറയുമ്പോൾ അവളിങ്ങനെ ചൂണ്ടിക്കാണിക്കും കേട്ടോ. എന്നിട്ട് ഇങ്ങനെയും കാണിക്കുന്നുണ്ട്, എയ്റോപ്ലെയിൻ കിടക്കണോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇങ്ങനെ നോക്കുന്നുണ്ട്, എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് ടെൻഷനും ഉണ്ട്. അവൾ ഉറങ്ങും എന്ന് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എണീക്കുമോ എന്നൊക്കെയാണ് ടെൻഷൻ. കാരണം രാത്രിയുള്ള ഫ്ലൈറ്റിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് ആയിരിക്കും. തനിക്കുട്ടി ഇങ്ങനെ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ നോക്കുന്നു. കയറി ഇരുന്ന ഉടൻ തന്നെ ഞാൻ ഫീഡ് കൊടുത്തോട്ടോ. അന്നേരം തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേക്ക് ഓഫ് ഒന്നും മറ്റേ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവൾ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ അവിടെയുള്ള എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ദൈവത്തിന് അറിയത്തുള്ളൂ. ഞാൻ ഉറങ്ങാൻ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഏകദേശം നന്നായിട്ടൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ലാൻഡിങ്ങിൻ്റെ സമയത്തും 10 മിനിറ്റ് കൊണ്ട് ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടല്ലോ, അന്നേരം തനിക്കുട്ടി എണീറ്റിട്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു, ഒരുപാട് നേരം കരഞ്ഞു. അവൾ ഫീഡ് എടുക്കുന്നുണ്ടായിരുന്നില്ല, കരഞ്ഞ ഫീഡ് എടുക്കില്ല. പിന്നെ എപ്പോഴും ഒരിക്കൽ ഇങ്ങനെ അവൾ ഫീഡ് കിട്ടിയപ്പോൾ പിന്നെ കുറച്ച് നേരം ഉണ്ടായിരുന്നപ്പോൾ ലാൻഡിങ് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് അച്ഛനും അമ്മയും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിപ്പോൾ അവളിങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ നോക്കുമ്പോൾ അപ്പനെ ചൂണ്ടിയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര നോക്കുന്നുണ്ട്. ചാടിയൊക്കെ പോയി കേട്ടോ. ഞാൻ വിചാരിച്ചില്ല തനിക്കുട്ടി പോവും എന്ന്. കാരണം തനിക്കുട്ടി ആദ്യം പോകാനായിട്ട് കുറച്ചിങ്ങനെ പാടാണ് പോകാനായിട്ട്. എന്നാലും അധികം സമയം അവരുടെ ഇരിക്കില്ല, എൻ്റെ അടുത്ത് ചാടി വരും, അങ്ങനെയാണ്. പക്ഷേ ഇത് അന്നേരം കണ്ടപ്പോൾ തന്നെ ചാടിപ്പോയി കേട്ടോ. അവൾക്കിങ്ങനെ വീഡിയോ കോളിലൊക്കെ അറിയാൻ തോന്നുന്നു, അറിയില്ല എന്താ സംഭവം എന്ന്. പക്ഷെ ഇങ്ങനെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അച്ഛൻ്റെ കയ്യിൽ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ആദ്യം ഫ്രണ്ടിൽ കയറിയിരുന്നു. അന്നേരം അമ്മയുടെ കൂടെ പുറകെ മിണ്ടാണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷെ വണ്ടി എടുത്തപ്പോൾ പുള്ളിക്കാരിയുടെ സ്വഭാവം മാറി, അവൾക്ക് ഞാൻ പുറകെ വരണം എന്നായി. പിന്നെ ഞാൻ ബാക്കിൽ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാനും തനിക്കുട്ടിയും കൊണ്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ശാസ്തമംഗലം കേട്ടോ, ശാസ്തമംഗലം, തിരുവനന്തപുരത്ത് ശാസ്തമംഗലമാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. തനിക്കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ലൈറ്റും നമ്മുടെ വീടും ഒക്കെ കാണുമ്പോൾ തന്നെ മകളൊക്കെ ശരിക്കുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് അവൾ, ഇതെന്താ സംഭവം, ഇത് എവിടെയാണ് വന്നിരിക്കുന്നത്. അച്ഛൻ എന്താ കാറൊക്കെ ഗേറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ അന്തം വിട്ടൊക്കെ നോക്കിക്കൊണ്ടപ്പോൾ ഇരിപ്പുണ്ടായിരുന്നു. അപ്പുറത്തെ ലൈറ്റ് കാണുന്നു, ഇതെന്താ സംഭവം അറിയില്ല. ഞാനും ശ്രീയും എൻ്റെ കല്യാണ ഫോട്ടോ കേട്ടോ അവരുടെ. എൻ്റെ അമ്മ എടുത്തിട്ട് പോന്നിട്ട് അമ്മയുടെ റൂമിൽ കൊണ്ടുവന്നിട്ട് ആ മിററിലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവൾ എന്നെ നോക്കുന്നു, അങ്ങോട്ടും നോക്കുന്നു കേട്ടോ. ഞാൻ നല്ല ടയേർഡായിട്ട് എനിക്ക് കിടക്കണം. അവളെ ഒരുപാട് സമയം 1 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 മണി, നമ്മൾ വീട്ടിലെത്തപ്പം 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അന്നേരം അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വരിക കേട്ടോ. പിന്നെ ഞാൻ അവളെ എടുത്തിട്ട് പോയി ഡ്രസ്സൊക്കെ മാറ്റി ഉറക്കാനുള്ള പരിപാടി. കാരണം ഒരുപാട് സമയമായല്ലോ, ഇനി ഉറക്കാൻ കുറേ നേരം അവിടെ കിടന്ന് കളിച്ചു കേട്ടോ. പിന്നെ ഒന്ന് സെറ്റ് ആളതെ അച്ഛൻ്റെ പോയിട്ട് ഓടിക്കളിയൊക്കെ ആയി. എന്നിട്ട് നമ്മൾ പിന്നെ കിടക്കാനൊക്കെ ആയിട്ട് പോയി കേട്ടോ. കുറേ നേരം അവിടെയൊക്കെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ പിടിച്ചുകൊണ്ടുപോയി കിടത്തി ഉറക്കി, അല്ലെങ്കിൽ അവൾ ഉറങ്ങത്തില്ല, ഇങ്ങനെ ഇരിക്കും. ഇത് പിറ്റേ ദിവസം രാവിലെ ഉറക്കമൊക്കെ എണീറ്റ് ഡൈപ്പറൊക്കെ ചേഞ്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള വീഡിയോ. അമ്മ പുറത്തോട്ട് പോകുന്നത് പറഞ്ഞ് പോവാണ്. എന്നാലും ഞാൻ അവിടെ ഉണ്ടെങ്കിലേ പോകത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പോകത്തില്ല. സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നാട്ടിൽ വരെയുള്ള വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നാട്ടിലെ വിശേഷമാണ്. അത് നിങ്ങൾ ഷോർട്സിലൂടെയും വീഡിയോസിലൊക്കെ കാണും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഗൈസ്. ടാറ്റാ, ബൈ ബൈ.